ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം സഖി കേട്ട് മുത്തശ്ശൻ സത്യങ്ങളെല്ലാം തന്നെ നവ്യയോട് തുറന്നു പറയുകയാണ്. നവ്യ മോളെ, ഈ ചന്തുമോള് നിന്റെ ഭർത്താവിൻ്റെ തന്നെ സ്വന്തം മകളാണ്. അവളെ നീ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഇത് കേൾക്കുമ്പോൾ നവ്യ ആദ്യം വിശ്വസിക്കുന്നില്ല. നവ്യയ്ക്ക് ദേഷ്യമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും ആരെന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അബിയുടെ തലയിൽ തന്നെ കൊണ്ടുവെക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെയല്ലേ ഇതും. ആദർശേട്ടൻ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി കരുതിക്കൂട്ടിയത് അബിയുടെ തലയിൽ കൊണ്ട് വെക്കുവാണോ? അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും എല്ലാവർക്കും ചന്തുമോൾ മതി. എല്ലാവർക്കും അവളെ മാത്രം സ്നേഹിക്കാൻ ഇവിടെ സമയമുള്ളൂ. എൻ്റെ മോന് അനന്ത പത്മനാഭനെ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കാറുണ്ടോ? ഇല്ല, ആർക്കും അവനോട് ഒരു പരിഗണനയുമില്ല. പാവം, അവനെ ആരും ഒന്ന് സ്നേഹിക്കുന്നു കൂടിയില്ല. എന്നാൽ ഇവളെ എല്ലാവരും കൊണ്ടു നടക്കുന്നു, സ്നേഹിക്കുന്നു. എന്താ, ആദർശന് ആ വിധത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ടാണോ ഇവളോട് ഇത്ര സ്നേഹം എല്ലാവർക്കും? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, മതി നവ്യെ, നിർത്ത്. ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവെക്കാനുള്ള ഒരവകാശവും നിനക്കില്ല. ആദർശം നയനയും കാണിക്കുന്ന കനിവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതോടെ കേൾക്കുമ്പോൾ നവ്യ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ആഹാ, ഇനി അടുത്ത അടവുമായിട്ട് വന്നേക്കുവാണോ മുത്തശ്ശൻ? അബിയെ എങ്ങനെയെങ്കിലും ഒരു കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ നാടകങ്ങൾ നിങ്ങൾ കളിക്കുമല്ലേ? മുത്തശ്ശനും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറയുന്നുണ്ട്, അല്ല നവ്യേ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അബി ചന്തുപോളും അനന്ത പത്മനാഭനും അബിയുടെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നീ ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും നവ്യയ്ക്കൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഇത്രയും നാളും ആദർശൻ്റെ മകളാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഇപ്പതേ അതെല്ലാ തെറ്റും കൂടി അബിയുടെ തലയിലേക്ക് കെട്ടിവെച്ച് അവനെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള അടുത്ത വഴി നിങ്ങൾ നോക്കുവാണല്ലേ? മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട്, അബിയെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് എനിക്കൊരു നാടകത്തിൻ്റെ ആവശ്യമില്ല നവ്യേ. ഇതുവരെ അവൻ ചെയ്തു കൂട്ടിയ ഓരോ തെറ്റുകളും എടുത്തു വെച്ച് നോക്കിയാൽ ഇതിനു മുമ്പേ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഓർത്ത് മാത്രമാണ് ഇത്രയും നാളും അവനെ ഇറക്കി വിടാതെ ഇവിടെ വെച്ചോണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് അംഗീകരിക്കാനാവാതെ നവ്യ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നവ്യ അവിടെ നിൽക്കുന്ന ജലജയെ കണ്ട് ജലജയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ, ഇവരിത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത്? ആത്മാഭിമാനമൊക്കെ പണയം വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് മറ്റെവിടോട്ടെങ്കിലും പോയിക്കൂടെ? ഇതൊക്കെ കേട്ട് അബിയും ജലജയും ആകെ വെള്ളറി വെളുത്ത് നിൽക്കുകയാണ്. സത്യങ്ങളെല്ലാം പുറത്തായല്ലോ എന്നുള്ള ആദിയിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, ഇവർ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ അബി? ഇത്രയെല്ലാം അധിക്ഷേപിച്ചിട്ടും എന്തിനാ നീ ഇവിടെ നാണം കെട്ട് നിൽക്കുന്നത്? ഇതിലും ഭേദം തെരുവിൽ കഴിയുന്നതല്ലേ? ഇത് കേട്ട് അബി പറയുന്നുണ്ട് നവ്യയോട്. അത് പിന്നെ നവ്യെ, നമുക്കിപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. ഇതോടെ കേൾക്കുമ്പോൾ നവ്യ ആകപ്പാട് കലിപ്പിലാവുന്നുണ്ട്. നവ്യ നയനയുടെ നേരെ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീയും കൂടെ കൂട്ടുനിന്നിട്ടായിരിക്കും എല്ലാം എൻ്റെ അബിയുടെ തലയിൽ വെക്കാൻ നോക്കുന്നത്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് വരുത്തി തീർത്താൽ പിന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. നയനെ അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി അധികം കിടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ചേച്ചിക്ക് തന്നെ അതൊരു നാണക്കേടായി മാറും. നവ്യ അപ്പോൾ പറയുന്നുണ്ട്, നീ കുറച്ച് നാളായിട്ട് എന്നോട് ഇത് പറഞ്ഞ് പേടിപ്പിക്കുമല്ലേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ സത്യം എന്താണെന്ന് വെച്ചാൽ പറയുക. അപ്പോൾ നയന പെട്ടെന്ന് റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും എടുത്തുകൊണ്ട് നവ്യയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അത് കൊണ്ടുവന്ന് നവ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് നയന പറയുന്നുണ്ട്, ചേച്ചി ഇത് വായിച്ചു നോക്ക്, നല്ല ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇത് DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ചേച്ചിയും കുഞ്ഞും തളരരുതെന്ന് കരുതി ഇത്രയും നാൾ ഞാനും ആദർശേട്ടനും എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുമായിരുന്നു. അതുപോലെ ചന്തുമോൾ എന്നും ഇനിയും എൻ്റെ ആദർശേട്ടനെ കുഞ്ഞു തന്നെയായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇത് തുറന്ന് പറയാൻ കാരണം അബി ചേച്ചിയെ ചതിക്കുമായിരുന്നു. അപ്പച്ചിയും അബിയും കൂടി ചേച്ചിയെ കരുവാക്കി അനന്തപുരിയെ തകർക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. എന്തിന്? ജുവല്ലറിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മൂർത്തീസ് ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വായിച്ച നവ്യ
ആകെ തകർന്നു പോയിരുന്നു. വിറയ്ക്കുന്ന കൈകളോടുകൂടി ഇടറുന്ന സ്വരത്തോടും കൂടി അവൾ ചോദിക്കുന്നുണ്ട് അബിയോട്, അബി, ഈ കാണുന്നതിലും പറയുന്നതിലും എന്തെങ്കിലും സത്യമുണ്ടോ? ചന്തുമോള്, അവൾ നിന്റെ കുഞ്ഞാണോ? നവ്യയുടെ പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട് അബി ആകെ പതറിപ്പോകുന്നുണ്ട്. അബി പറയുന്നുണ്ട്, അത് പിന്നെ നവ്യെ, ഇവരെല്ലാവരും കൂടി എന്നെ വെറുതെ കുറ്റക്കാരനാക്കുവാണ്, നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, മതി, നിർത്ത്. ഇത്രയും കാലം നീ എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ? ദേ, ഈ DNA റിസൾട്ട് കണ്ടിട്ടും നീ വീണ്ടും വീണ്ടും എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. ജലജയെയും നവ്യ വെറുതെ വിട്ടില്ല. ജലജയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകനെ വളർത്തി വഷളാക്കുമായിരുന്നല്ലേ? ഇത്രയും പാവം പിടിച്ച ആദർശേട്ടനെ നിങ്ങളെല്ലാവരും കൂടെ കുറ്റക്കാരനാക്കുമായിരുന്നല്ലേ? എല്ലാവരുടെയും മുന്നിൽ ഒന്നും അറിയാത്ത എന്നെ വെറുതെ കുരങ്ങ് കളിപ്പിക്കുമായിരുന്നല്ലേ? നവ്യയുടെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ജലജ മലക്കം പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഇവൻ ഒറ്റയൊരുത്തൻ കാരണം എനിക്ക് ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടായിട്ടില്ല. ജനിച്ച അന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ. ഇവനെപ്പോലെ ഒരുത്തട്ടെ എൻ്റെ മകനായിട്ട് എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അബിക്കിട്ടൊരടി കൊടുക്കുന്നുണ്ട്. ഇവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് പാവം എൻ്റെ നവ്യമോളുടെ ജീവിതം ഇങ്ങനെയായത്. നിനക്ക് ഇവൻ്റെ സ്വഭാവം നന്നായി അറിയില്ലേ മോളെ? ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ മോക്ക് ഒട്ടും താങ്ങാനാവില്ല എന്ന് കരുതിയാണ് ഇതെല്ലാവരും മറച്ചു വെച്ചത്. അതുപോലെ ഞാനും എന്നൊക്കെ പറഞ്ഞ് അബിയുടെ ഇരിക്കൽ നിന്ന് കളം മാറി ചവിട്ടുന്നുണ്ടെന്ന ജലജ. ഇതോടെ കേൾക്കുമ്പോൾ നവ്യ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ നിങ്ങൾ എന്നെ എരിവ് കയറ്റി വിട്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ആദർശേട്ടനെ നയനെയും ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ പെരുവ് കയറ്റി വിട്ടത്? നാണം ഉണ്ടോടാ നിനക്ക്? സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് ഒരു ഉളുപ്പുമില്ലാതെ നടക്കാനായിട്ട് എന്നൊക്കെ ദേഷ്യത്തോടു കൂടി തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അബിയാണ് ചന്ദമോളുടെ അച്ഛനെന്നും അതുപോലെ പാവം പിടിച്ച ആ അനഘയെ ചതിച്ചതും അവനാണെന്ന് തിരിച്ചറിഞ്ഞ് നവ്യ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അനഘയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് രോഗാവസ്ഥയിൽ കിടക്കുന്ന നവ്യയുടെ മുമ്പിൽ അനഘയുടെ മുമ്പിൽ നവ്യ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം അനഘേ, അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ചന്തുമോളെ വിഷമിപ്പിക്കില്ലായിരുന്നു. അവൻ എത്ര പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടോ അവരിൽ ഒരാളായിപ്പോൾ ഞാനും മാറി. ഇനി ഒരിക്കലും ഞാൻ അബിയുടെ കൂടെ ജീവിക്കില്ല. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് നവ്യ അനഘയോട് പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തിയ നവ്യയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അനഘേ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നവ്യ അതിന് സമ്മതിച്ചില്ല. നവ്യ ചോദിക്കുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, അതിനി ഒരിക്കലും നടക്കില്ല. ഇവനെ പോലെയുള്ള ഒരു കൊടിച്ചുതിൻ്റെ കൂടെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ തന്നെ അവൻ ആ പാവം അനഘയെ കൊല്ലാതെ കൊന്നില്ലേ? അതുപോലെ ഇനിയൊരു ദിവസം എൻ്റെ അവസ്ഥ അതാണെങ്കിലോ? എനിക്കെൻ്റെ അഭിമാനം വലുതാണ്. ഈ അനന്തപുരിയിലെ ഒരു നയാ പൈസ പോലും എനിക്ക് വേണ്ട. നയനയും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ നവ്യയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും വകവെക്കാതെ ബാഗുമെടുത്തുകൊണ്ട് നന്ദാവനത്തിലേക്ക് പോയി. നയന എല്ലാ കാര്യങ്ങളും വിളിച്ച് കനകയെ അറിയിച്ചതുകൊണ്ട് തന്നെ കനകയും ഗോവിന്ദനും കൂടെ നവ്യയെ പ്രതീക്ഷിച്ച് ആകെ ഒരു പരിഭ്രമത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയത്ത് നവ്യ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. നവ്യയെ കണ്ടതും കനക ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ, ധൃതി വെച്ച് മോള് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അമ്മേ, നിങ്ങൾക്കെല്ലാം സത്യം എന്തായിരുന്നെന്ന് അറിയാമായിരുന്നല്ലേ? എന്നോട് ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമായിരുന്നില്ലേ? ആരും എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ല. അറിയാതെയാണെങ്കിലും നയനെയും ആദർശേട്ടനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അതുപോലെ ആ ചന്തുമോളെ എപ്പോൾ കണ്ടാലും ഞാൻ അതിനെ ശപിച്ചു. അതുപോലെ അതിനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ കളഞ്ഞില്ല. എൻ്റെ ഈശ്വര, എന്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ നന്ദു അവിടെ ഉണ്ടായിരുന്നു. നന്ദു വന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും ആ അബിയെ പോലെ ചതിയനായൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഇവിടെ സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ച് സമാധാനത്തോടു കൂടി കഴിയാം. അന്ന് അനഘയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതിനാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത്. അന്ന് കാര്യമറിയാതെ ചേച്ചി അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്കും നവ്യയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ആദർശേട്ടനെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞു, ശപിച്ചു.
അദ്ദേഹം വലിയൊരു മനസ്സിനുടമയാണ്. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലാതെ പോയി. അനന്തപുരിയിലെ പണം ഒന്ന് മോഹിച്ച് മാത്രമാണ് നയനെ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ സമയം അവന്തിക ജലജയുടെ മകള് ജ്വല്ലറിയുടെ കൂടെ ചേർന്ന് മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനുള്ള പ്ലാനുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. ആദർശനെ വശീകരിച്ച് നയനെ ഒഴിവാക്കി അനന്തപുരിയിലെ സ്വത്തുകളൊക്കെ കൈക്കലാക്കുക എന്നുള്ളതാണ് അവന്തികയുടെ ലക്ഷ്യം. അവന്തിക ജലജയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. നവ്യ വീട് വിട്ടു പോയതിൽ പിന്നെ ജലജയും അബിയും ആകപ്പാടെ ടെൻഷനിലാണ്. നവ്യ ഒരു കേസ് കൊടുത്താൽ അവർക്ക് കിട്ടാനുള്ള ഷെയറുകൾ മൊത്തം നവ്യക്ക് പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ആ നവ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന് ജലജ അബിയോട് നിർബന്ധിക്കുന്നുണ്ട്. ഇത് കേട്ട് ജലജയ്ക്ക് അബിക്ക് നല്ലൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാത്തതിന് അബി അതിന് ശ്രമിക്കുന്നുണ്ട്. ജലജ അബിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അവളുടെ മുന്നിൽ ചെന്നിട്ട് കരയണം, അവളുടെ കാൽ പിടിക്കണം, അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നീ അവളോട് പറയണം. അങ്ങനെ ജലജയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് അബി നേരെ നന്ദാവനത്തിലേക്ക് നവ്യയെ വിളിക്കാനായി ചെല്ലുന്നുണ്ട്. അബി വരുന്ന കണ്ട ഉടനെ നവ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. എന്നാൽ അബി എനിക്ക് നവ്യ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് കനക അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്തിനാടാ അബി നീ ഇങ്ങോട്ട് വന്നത്? എൻ്റെ മോൾക്ക് നിന്നെ കാണുന്നത് തന്നെ ഇപ്പം ഇഷ്ടമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് കനക ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് അബി വിനയത്തോടു കൂടി തന്നെ പറയുകയാണ്, അമ്മ എനിക്ക് മാപ്പ് തരണം, നവ്യയും കുഞ്ഞുമില്ലാതെ എനിക്കൊരു സമാധാനവുമില്ല, ഞാൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അബി. ഇത് കേട്ടപ്പോഴത്തേക്കിനും കനകയുടെ നിയന്ത്രണം മൊത്തം കയ്യിൽ പോയി. മതി അബി, നിർത്ത്, നീ നിന്റെ കള്ളത്തരങ്ങളൊന്നും ഇവിടെ വിലപ്പോവില്ല. നിന്നെപ്പോലൊരു ചതിയൻ്റെ കൂടെ എൻ്റെ മകളെ ഇനി വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി മേലാൽ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കും. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി അവനെ അവിടെ നിന്ന് ആട്ടി ഇറക്കാൻ ശ്രമിക്കുകയാണ് കനക. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് നവ്യയ്ക്കും നന്ദുവിനും ഈ കാഴ്ച കണ്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനിയൊരു മടക്ക് യാത്ര അനന്തപുരിയിലേക്കില്ല എന്ന് നവ്യ മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നു. അതുപോലെ തൻ്റെ മോഡലിങ്ങിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് തൻ്റെ മകനെ വളർത്തുമെന്ന് അവൾ തീർച്ചയെടുത്തു. ആദർശിൻ്റെ നയനയുടെയും നന്മ വളരെ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞതിൽ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അബിയോടുള്ള പക അവളുടെ ഉള്ളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ജലജയും മക്കളും ചേർന്ന് ആദർശനും നയനയ്ക്കുമെതിരെ എന്ത് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞാലും അത് പൊളിച്ചടുക്കി കൈകൊടുക്കാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് നവ്യ കൂടെ ചെല്ലാത്തത് കൊണ്ട് തന്നെ നന്ദാവനത്തിൽ നിന്ന് ആകപ്പാടെ നാണം കെട്ട് ഇറങ്ങേണ്ടി വന്ന അബി നേരെ ചെന്നത് ജലജയുടെ അരികിലേക്കാണ്. അബി ജലജയോട് പറയുന്നുണ്ട്, അമ്മ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ ആ കനക എന്നെ ആട്ടിപ്പായിച്ചു. അവിടുന്ന് എന്നെ ആട്ടിവിട്ട അവരോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും, അവരെ ഞാൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും എന്നൊക്കെ അബി ദേഷ്യത്തോടും പകയോടും കൂടി തന്നെ മനസ്സിൽ പറയുന്നുണ്ട്. ഈ സമയം നവ്യയാണെങ്കിൽ ആകെ തന്നെ മാറി അവളുടെ സ്വഭാവമൊക്കെ പഴയതിലും നല്ലതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നയനയോടും ആദർശനോടും താൻ ചെയ്ത ക്രൂരതകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നൊരു തീരുമാനം കൂടി നവ്യ എടുക്കുന്നുണ്ട്. നവ്യ നേരെ അനന്തപുരിയിലേക്ക് ഫോൺ ചെയ്ത് ആദർശനോട് സംസാരിക്കുന്നുണ്ട്. ആദർശ് ഫോൺ എടുത്ത ഉടനെ നവ്യ പറയുന്നുണ്ട്, ആകപ്പാടെ സങ്കടത്തോടു കൂടി വിങ്ങിപ്പൊട്ടിയ അവസ്ഥയിൽ പറയുന്നുണ്ട്, ആദർശേട്ടാ എന്നോട് ക്ഷമിക്കണം, ഇത്രയും കാലം ഒന്നും അറിയാത്ത ഒരു അന്ധയായിരുന്നു ഞാൻ. ഒരു റിപ്പോർട്ടിൽ തെളിയുന്ന ഫലം പോലും തിരിച്ചറിയാനാവാത്ത വെറും കണ്ണുപൊട്ടി. ഇതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ആദർശ് സമാധാനത്തോടെ കൂടി തന്നെ പറയുന്നുണ്ട്, നവ്യേ എന്തായാലും നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ, അത് മതി. നിനക്കും കുഞ്ഞിനും എന്ത് സഹായം വേണമെങ്കിലും അത് ഞങ്ങൾ ചെയ്തു തരും. നിനക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും അതിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഈ വാക്കുകൾ കേട്ടതും അത് നവ്യയ്ക്ക് വലിയൊരാശ്വാസമായിരുന്നു. എന്നാൽ ഇതേ സമയം അവന്തിക അവിടെ ആദർശിനെ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു. അവൾ ഓഫീസിൽ ചെന്ന് ആദർശിനെ കാണുകയും അതുപോലെ ബിസിനസ് കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആദർശുമായിട്ട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദർശേട്ടാ, ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ ആഭരണങ്ങൾക്ക് കൂടുതൽ പുതുമ കൊണ്ടുവരാനൊക്കെ ജ്വല്ലറിക്ക് സാധിക്കും. നമുക്ക് അവരുമായിട്ട് കൈകോർത്തൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ
അവളുടെ ഉള്ളിൽ മറ്റൊരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ ആദർശ് വന്നിട്ട് നയനയോട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നയനയ്ക്കൊരു പന്തികേട് തോന്നുന്നുണ്ട്. അവന്തികയുടെ കണ്ണിലെ കള്ളലക്ഷണം അത് നയന പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. നയന ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, എന്തായാലും ആ അവന്തികയെ ഒന്ന് സൂക്ഷിക്കണം. അവള് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയാണ് തീരുമാനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് നല്ലതിനല്ല. എന്തായാലും അവൾ ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ആദർശ് ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നയനയുടെ സംശയങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് അവിടെ നടന്നത്. ഇതേ സമയം അഭിയാണെങ്കിൽ മദ്യത്തിൽ അഭയം തേടുകയും അതുപോലെ തന്നെ നവിയോട് പ്രതികാരം ചെയ്യാനുള്ള കാരണങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അഭി ജലജയോട് പറയുന്നുണ്ട്, അമ്മേ, അവൾ അങ്ങനെ നന്ദാവനത്തിൽ സുഖിച്ച് സന്തോഷത്തോടു കൂടിയും കഴിയുന്നത് എനിക്ക് കാണണ്ട. അവളുടെ മോഡലിംഗ് കരിയറൊക്കെ ഞാൻ തകർക്കും. അവൻ അവളുടെ വർക്ക് സെറ്റിൽ ചെന്ന് ബഹളം വെക്കാനും മാനസികമായി തകർക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ അഭി നവിയുടെ കൈ കയറി പിടിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിരുന്നു. നീ എൻ്റെ ഭാര്യയാണ്, നീ ഇപ്പോൾ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അഭി നവിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ട് നവിക്ക് തൊല്ലും ഭയം തോന്നിയില്ല. അവള് അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. ഇനി ഞാൻ നിന്റെ ഭാര്യയല്ല, ഇനി നിന്റെ കൈ എൻ്റെ ദേഹത്തെങ്ങാനും വെച്ചാൽ ഇനി നീ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് നവി ഉറക്കെ ബഹളം വെച്ചു. എന്നാൽ ഇത് കണ്ടു നിന്നവർ അഭിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ഈ സമയം വേറെ കേസൊക്കെ തലയിലിട്ട് നന്ദു അവനെ ജയിലിലാക്കി. ഇതേ സമയത്ത് അവന്തിക ഓരോ പ്ലാനുകൾ ഉണ്ടാക്കി. അവന്തിക ആദർശിന്റെ ഓഫീസിൽ ഒരു ചതിക്ക് പ്ലാൻ ചെയ്തു. മൂർത്തിസ് ജ്വല്ലറിയുടെ സ്വർണ്ണശേഖരത്തിന്റെ വിവരങ്ങൾ മുഴുവൻ ജ്വല്ലറിക്ക് അവൾ ചോർത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒത്തിരി സാമ്പത്തിക നഷ്ടം മൂർത്തിസ് ജ്വല്ലറിക്ക് സംഭവിച്ചു. ഇതോടുകൂടി മൂർത്തിസ് ജ്വല്ലറി ആകപ്പാടെ നഷ്ടത്തിലേക്ക് പോയി. എന്നാൽ ഈ സമയത്ത് നയനയും നവിയയും കൂടി ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നയനയ്ക്ക് നേരത്തെ അവന്തികയെ സംശയമുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ അവന്തികയുടെ ഫോൺ കോളുകളും അതേപോലെ CCTV ദൃശ്യങ്ങളുമൊക്കെ ആദ്യമേ തന്നെ അവൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും തന്നെ ഇതിനെല്ലാം പിന്നിൽ അവന്തികയാണെന്ന് നയന തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശിൻ്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നയന അവന്തികയെ ചോദ്യം ചെയ്തു. നിനക്ക് ഈ കുടുംബം എന്ത് തെറ്റാണ് ചെയ്തത്? നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ സംഭവിച്ചത്? വേണ്ടതെല്ലാം തന്ന് നിന്നെ പൊന്നുപോലെയല്ലേ നോക്കിയത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവന്തിക അവളുടെ തനി സ്വരൂപം പുറത്തെടുത്തു. എനിക്ക് അനന്തപുരിയിലെ സ്വത്ത് മുഴുവൻ വേണം. നിന്നെ ഏത് വിനയദേനയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും എന്നൊക്കെ അവന്തിക പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന മുത്തശ്ശന് ഇത് കേട്ടപ്പോൾ തന്നെ ആകെ അന്തം വിട്ടുപോയി. ഇനിയൊരു പരീക്ഷണത്തിന് ഇല്ല എന്ന തീരുമാനത്തോടുകൂടി ജലജയെയും അവന്തികയെയും അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ അഭിജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ അവന് പോകാൻ ഒരു ഇടവില്ലാതായി. അങ്ങനെ അവൻ ആ തെരുവിൽ ഒറ്റപ്പെട്ടു. എന്നാൽ ഇതേ സമയം തൻ്റെ അധ്വാനവും കഴിവും കൊണ്ട് നവ്യ നല്ലൊരു പൊസിഷനിൽ തന്നെ എത്തിയിരുന്നു. അതുപോലെ ആദർശിനെ നയനെ ബിസിനസിന്റെ തകർച്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും നവ്യയ്ക്ക് സാധിച്ചു. അങ്ങനെ നവ്യ അനന്തപുരിക്കാർക്ക് ഒരു പൊൻതൂവലായി മാറി. ചന്തുമോളും അനന്തപത്മനാഭനും ഒരു വീട്ടിൽ തന്നെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളർന്നു.